മൂന്നാമത്തെ ചെറിയ മകൻ രാത്രിയിൽ കണ്ട സ്വപ്നം പോലും യാക്കൂബ് നബിയോട് പറയുമ്പോ ആ മകൻ പറയുന്ന ആ ഒരു സ്വപ്നം, എന്താ മോനെ നീ കണ്ട സ്വപ്നം? വളരെ ആകാംക്ഷയോടുകൂടി ആ പിതാവിരുന്നിട്ട് തന്റെ പൊന്നാര മകൻ പറയുന്ന ആ സ്വപ്നത്തെ കുറിച്ച് ആ കഥ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാ. ഒരു വാപ്പയും മകനും തമ്മിലുള്ള ബന്ധമിതാ. ഇന്നത്തെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മക്കൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്സുപോലും മാതാപിതാക്കൾക്കില്ല. ഇന്നത്തെ വാപ്പമാര് തിരക്കുപിടിച്ച ജീവിതത്തിന്റെ നെട്ടോട്ടത്തില തന്റെ മക്കൾക്ക് സംസാരിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. നമ്മുടെ മക്കൾ, അതാ വാപ്പയും മക്കളും തമ്മിലൊരു ബന്ധമുണ്ട്. നമ്മളെക്കാളും വലിയ തിരക്കല്ലേ ഒരു ഉമ്മത്തിന്റെ നേതൃത്വം. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരു പ്രവാചകനാ. ആ പ്രവാചകൻ ജനങ്ങളുടെ കാര്യം നോക്കണം. അതിനപ്പുറം തന്റെ മക്കളുണ്ട് വേറെ 10 മുകളിൽ. ആ 10 വിഷയങ്ങളിൽ ഇടപെടണം. അവര് പറയുന്ന കാര്യം കേൾക്കണം, മറ്റുള്ളവരുടെ കാര്യം നോക്കണം, കുടുംബത്തിന്റെ കാര്യം നോക്കണം. ഈ തിരക്കുകളുടെ ഇടയിൽ തന്റെ മകൻ വന്നിട്ട് വാപ്പാനോട് പറയുന്നു, ഉപ്പച്ചി ഞാൻ സ്വപ്നം കണ്ടു. വാപ്പ ഇങ്ങനെ ഇരുന്നിട്ട് ചോദിക്കുക, എന്താ മോനെ നീ കണ്ട സ്വപ്നം? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വാപ്പയും മകനും എങ്ങനെയാകണം? ഇതാണ് സ്നേഹബന്ധം. ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പരാതി, വാപ്പ മിണ്ടുന്നില്ല. നമ്മുടെ മക്കൾ കള്ളും കഞ്ചാവും മയക്കുമരുന്നും അല്ലെങ്കിൽ മോശമായ കൂട്ടുകെട്ടിലേക്ക് പോകുമ്പോൾ ഒരു വാപ്പ ആത്മാർത്ഥമായി ചിന്തിക്ക്, നമ്മളിൽ അധികം വാപ്പമാരും മക്കളോട് സംസാരിക്കാറില്ല, പ്രത്യേകിച്ച് ആൺകുട്ടികളോട് സംസാരിക്കാറില്ല. എത്രയോ കാലമായി വാപ്പയൊന്ന് മിണ്ടിയിട്ട് ഒന്ന് സ്നേഹം പ്രകടിപ്പിക്കുക പോലുമില്ല. എന്തോ വലിയ കാട്ടുജാതിയെ പോലെ എന്തോ ഇങ്ങനെ കാണ്ടാൻ വല്ലാത്ത വാശിയാ. മക്കളുടെ മുമ്പിൽ എല്ലാരും പറയും സ്നേഹമുണ്ടെന്ന്. പക്ഷെ സ്നേഹം ഉള്ളിൽ കൊണ്ട് നടക്കാനുള്ളതല്ല. അത് നാട്ടുകാരോടല്ല, സ്വന്തം മക്കളുടെ മുമ്പിൽ ആ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ആ മക്കളുടെ വിശേഷം എന്താ, അവന്റെ പ്രശ്നങ്ങൾ എന്താ, അവന്റെ പ്രയാസങ്ങൾ എന്താ, അവന് പറയാനുള്ളത് എന്താ, ഇതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ വാപ്പയ്ക്ക് കഴിയണം. അല്ലാതെ ഇങ്ങനെ ഓടിയിട്ട് കാര്യമൊന്നുമില്ല. യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മകൻ പറഞ്ഞുകൊടുത്ത വാർത്തകൾ ഇങ്ങനെ കേൾക്കുകയാ. അതെല്ലാം വളരെ ക്ഷമയോ